കേരളത്തിലെ ക്രൈസ്തവർ അധികമാരും കേൾക്കാത്ത ഒരു പദമായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം. കോവിഡ് കാലത്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം കേരള സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അവർ മറ്റു മതസ്ഥരെ ലക്ഷ്യം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വിനാശകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരള സമൂഹത്തിന് കൂടുതൽ വ്യക്തത ലഭിച്ചത്. ഇസ്ലാം അധിനിവേശം അഥവാ ഇസ്ലാമിക വൽക്കരണം, അതുമല്ലെങ്കിൽ ഖിലാഫത്ത്, ഇവ സ്ഥാപിതമാകാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിലെ വിവിധ സമൂഹങ്ങളിൽ പല രൂപങ്ങളിൽ അനേകം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിന്റെ രാഷ്ട്രീയ മുഖമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിവിധ രൂപങ്ങളാണ് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ബിസിനസ് ജിഹാദ്, ലീഗൽ ജിഹാദ് തുടങ്ങിയ 25-ൽ പരം വിവിധ ജിഹാദുകളിലൂടെ പ്രകടമാകുന്നത്. തങ്ങൾ ന്യൂനപക്ഷമായ രാജ്യങ്ങളിൽ ഇതര മതവിശ്വാസികളെ ഇല്ലാതാക്കി ആ രാജ്യം ഇസ്ലാമിനാക്കി മാറ്റുന്ന വിവിധ തന്ത്രങ്ങളാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആസൂത്രകർ ആ രാജ്യങ്ങളിൽ നടപ്പാക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അക്രമങ്ങൾക്കും കുതന്ത്രങ്ങൾക്കുമെതിരെ ഇവിടുത്തെ മുസ്ലിം സമൂഹവും നിശബ്ദത പാലിക്കുന്നു എന്നതാണ് ഇവിടുത്തെ മറ്റു മതസ്ഥരുടെ ആവലാതിയും ഭയവും ആശങ്കയും. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ആദ്യമായെന്ന് വേണമെങ്കിൽ പറയാം, ഒരു മൗലവി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിവിധ രൂപങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി MSM ഒരുക്കിയ സമ്മേളന വേദിയിൽ മൗലവി ഡോക്ടർ അൽ അബ്ദുൽ മജീദ് സ്വാലഹിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെതിരെ തീവ്ര ഇസ്ലാം പക്ഷക്കാരായ അനേകം മുസ്ലിം നാമധാരികൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും പൊതുസമൂഹം കേരളത്തെ സംബന്ധിച്ച് കാലിക പ്രസക്തമായ ആ പ്രസംഗത്തെ ആവേശപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. മുസ്ലിമുകളെ പ്രതിക്കൂട്ടിലാക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം ആണെന്നും ഇന്ത്യയിലെ മുസ്ലിമുകളുടെ ഏറ്റവും വലിയ ശത്രു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിവിധ രൂപങ്ങളാണെന്നും അദ്ദേഹം ധൈര്യത്തോടെ തുറന്നു പറയുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സംഘങ്ങളെ ബന്ധപ്പെട്ടവർ തിരുത്തണമെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തളച്ചിട്ടാൽ മാത്രമേ മുസ്ലിമുകൾക്ക് പോലും ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്ലാം ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടാൻ കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്ര രൂപങ്ങളാണ്. കേരളത്തിലും സ്ഥിതി വിഭിന്നമല്ല. സിമിയിൽ നിന്നുത്ഭവിച്ച് NDF-ലൂടെ കടന്നു വന്ന് പോപ്പുലർ ഫ്രണ്ട്, SDPI എന്നിവയായി സമൂഹത്തിൽ ഭീതി വിതയ്ക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രൂപങ്ങളാണ് കേരളത്തിലെ മുസ്ലിമുകളെ ഉപദ്രവിക്കുന്നത്. എന്താണ് PF, SDPI നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരാൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയോട് മനസ്സുകൊണ്ടെങ്കിലും ചെറിയ ഒരു അടുപ്പം കാണിച്ചാൽ അവർ ഇസ്ലാമിക സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവെ PF-ന്റെയും ഇതുപോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളുടെയും വ്യാജമായ പ്രചാരം തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഈ തീവ്രവാദത്തെ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഉള്ളുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുകയും ഞങ്ങൾക്ക് കാശ് തരികയും ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തന മേഖല വേറെയാണ്. ഞങ്ങളെ ഇതിന് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യ രാജ്യത്തെ വലിയ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപത്തിനെതിരെയാണ്, ഇവരുടെ തീവ്രവാദത്തിനെതിരെയാണ്, ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ്. മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയ മതപ്രവർത്തനത്തിന് എതിരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടമുണ്ട്, ശക്തമായ ഭരണകൂടം. ഭരണകൂടങ്ങൾക്ക് പോരായ്മയുണ്ടാകാം, ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങൾക്ക് പോറലേൽക്കാം, അതിന് അപജയങ്ങൾ സംഭവിക്കാം. പക്ഷേ പാർലമെന്ററി സംവിധാനവും ജുഡീഷ്യറി സംവിധാനവും എല്ലാം ഈ രാജ്യത്ത് ഭദ്രമായി നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ വിവിധ മുസ്ലിം സമൂഹങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന ഹമാസിനെതിരെയും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഹമാസിനെ കുറിച്ച് എന്റെ ചെറിയ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ സംശയമുണ്ടാകും, അവർ ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുന്നവരല്ലേ എന്ന്. ഫലസ്തീൻ ജനതയ്ക്ക് ഏറ്റവും വലിയ ശല്യവും ഭാരവുമായി തീർന്നിരിക്കുകയാണ് ഇന്ന് ഹമാസ് എന്ന് പറയുന്നത്. അവരുടെ നേതാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റിസോർട്ടുകളിൽ ഇരുന്നു കൊണ്ട് റിമോട്ടായിട്ട് അവർ അവിടുത്തെ ആളുകളെ നിയന്ത്രിക്കുകയും ഫണ്ടുകൾ സ്വരൂപിക്കുകയും ഫലസ്തീൻ ജനതയെ ഒറ്റുകൊടുക്കുകയും രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം മുസ്ലിമുകൾക്ക് എങ്ങനെ ദോഷകരമാകുന്നു എന്നതിനെ കുറിച്ചാണ്.
എന്നാൽ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കട്ടെ, പൊളിറ്റിക്കൽ ഇസ്ലാം ഇതര മതസ്ഥർക്ക് എത്രത്തോളം ഉപദ്രവം ചെയ്യുന്നു എന്ന് കൂടി പറയുമ്പോഴാണ് ആ പ്രസംഗം പൂർണ്ണമാകുക.